ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാനും വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലു പാലക് മട്ടറാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഒരുപാട് സമയമൊന്നും ചിലവഴിക്കേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പാലക്ക് കുറച്ചെടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. 2 കിഴങ്ങ് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മട്ടർ എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് എടുക്കണം. അതുപോലെ തന്നെ 3-4 വറ്റൽമുളക്, കുറച്ച് വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കടുക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. നമുക്കിനി നമ്മുടെ ആലു പാലക് മട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിപ്പോൾ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മളുടെ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മളുടെ ചുമന്ന മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നു. ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യം കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ജീരകം ഇട്ടു, ചുമന്ന മുളകും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. ഒന്ന് വാടി വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. കിഴങ്ങ് ഇതുപോലത്തെ ചെറിയ സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കിഴങ്ങ് ചെറുതായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് ഫ്രൈ ആയി വരണം. നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇവിടെ നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കി. ഇനി ഇതിവിടെ നിന്ന് കിടക്കട്ടെ. നമുക്കൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമുക്കൊന്ന് തുറന്നിട്ട് ഇതൊന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് ഒന്നുകൊണ്ടൊന്ന് തുറന്ന് വീണ്ടും ഇത് ഇളക്കിയിട്ട് കൊടുക്കാം. കിഴങ്ങ് ചെറുതായിട്ട് വെള്ളമൊക്കെ പറ്റി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തുറന്നിട്ട് ഈ സമയം നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച പച്ചമുളക്, ഇതിങ്ങനെ നെടുകെ കീറിയിരിക്കുന്നതാണ്. ആ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ മട്ടർ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പും എരിവുമൊക്കെ നമ്മളുടെ വെക്കുന്ന കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച്
നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എരിവ് ആവശ്യമുള്ളവർ കുറച്ച് കൂടുതൽ ചേർക്കുക. ഉപ്പൊക്കെ നമ്മൾ നോക്കി ചേർത്ത് കൊടുക്കുക. ഇവിടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. മട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് അധികം നേരം വെക്കരുത്, മട്ടർ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അടപ്പ് വെച്ച് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി അവിടെ ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ ഗ്യാസ് ചെറു തീയിലാണ് വെച്ചിരിക്കുന്നത്. എപ്പോഴും സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിനി തുറന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി അടച്ചു കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ മാത്രമേ ഉള്ളൂ. അതിനകത്ത് കിടന്നാണ് ഇതെല്ലാം വെന്ത് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം വെന്തു ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ സാധ്യത. ഒന്നുകൂടെ തുറന്നു നോക്കാം. നമ്മുടെ കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ പട്ടാണിയും ഏറെക്കുറെ വേവായിട്ടുണ്ട്. ഈ സമയം നമ്മൾ എടുത്തു വെച്ച നമ്മുടെ പാലക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്ത പാലക്ക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുത്തു. നമുക്കിനി ഒന്നുകൂടെ മൂടി വെക്കാം. നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത പാലക്കൊക്കെ ഒന്ന് താഴെ ഒതുങ്ങിപ്പോയിട്ടുണ്ട് നല്ലതുപോലെ. ഇട്ടപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. ഈ സമയം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. പാലക്കൊക്കെ നല്ലപോലെ വെന്തു, അതുപോലെ കിഴങ്ങുമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കണം. കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവ് വേണ്ടവരുണ്ടെങ്കിൽ കുറച്ചുകൂടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ രുചികരമായിട്ടുള്ള ആലു പാലക് മട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ചെറിയ ഇടവേള. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.